ഹലോ എവ്രിവൺ, എല്ലാവർക്കും 12ാമത്തെ ദിവസത്തെ ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSCയുടെ ഒരു റോഡ് മാപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ UPSCയുടെ ഓരോ സ്റ്റേജിലും നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് പറയാനാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം UPSCയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസിനെ പറ്റി. ഒന്ന് പ്രിലിംസ് എക്സാമിനേഷനാണ്, മെയിൻസ് എക്സാമിനേഷനാണ്, ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നമ്മൾ ഈ ഓരോ സ്റ്റേജിനും ഒരേപോലെ ആയിരിക്കണമോ നമ്മുടെ അപ്രോച്ച് എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ആയിരിക്കില്ല. കാരണം ഈ എക്സാം 3 രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. ഈ മൂന്നിൻ്റെയും ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഇനി ഒന്നാമത്തെ എക്സാം ആയിട്ടുള്ള പ്രിലിംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ മെയിൻലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാസ്റ്റ് ആണോ, വളരെ ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ റിമെമ്പർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അത് മാത്രമല്ല നമുക്ക് കുറേ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. വളരെ സ്മാർട്ടായിട്ട് നമ്മളുടെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് ബേസിൽ നിന്ന് എങ്ങനെ നമുക്കതിനെ അനലൈസ് ചെയ്ത് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു ആൻസറിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മാസ്റ്ററി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ പ്രിലിംസിന് വേണ്ടത്. എന്നാൽ നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിപ്പോൾ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്താണെങ്കിൽ ആ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പല ഒപ്പീനിയൻസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലൂടെ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അവിടെ ആവശ്യമാണ്. എങ്കിലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്കതിനെ ഒന്ന് അനലൈസ് ചെയ്തൊരു ഉത്തരമായിട്ടുള്ള എഴുതുകയാണല്ലോ, ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ, അപ്പോൾ എഴുതി അത് നമുക്ക് ഫലിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഇൻ്റർവ്യൂ ആണ്. അപ്പം ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു ക്യൂസ് അല്ല. നമ്മൾ അവിടെ പോയിരിക്കും, നമ്മൾ ചോദ്യോത്തര സെഷൻ നടത്തുന്ന പോലെ ഒരു ക്യൂസ് അല്ല അവിടെ, അതൊരു കോൺവെർസേഷനാണ്. അപ്പം ബേസിക്കലി അവിടെ നമ്മളുടെ പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രഷർ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ നിങ്ങൾ കമ്പോസ്ഡ് ആണോ, നിങ്ങളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ കമ്പോസ്ഡ് ആണോ, കാം ആണോ, അതേപോലെ നിങ്ങൾ ട്രെയിനബിൾ ആണോ, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്ന് തലത്തിൽ നിൽക്കുന്ന ഒരു പ്രിപ്പറേഷൻ സ്റ്റേജസ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സാം സ്റ്റേജസ് ആണ്. അപ്പോൾ ഇതിനെ 3 തരത്തിൽ തന്നെ നമ്മൾ കാണുകയും ഈ 3 തരത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മളെ തയ്യാറെടുക്കുകയും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പോൾ ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ ആണോ തയ്യാറെടുത്ത് പോകേണ്ടത്? ആക്ച്വലി സ്പീക്കിംഗ് നമ്മളുടെ തയ്യാറെടുപ്പ് എപ്പോഴും ഒരു PCM മോഡലിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസിൻ്റെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് തന്നെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ അതിൽ നിന്ന് വളരെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കീപ്പ് ഓൺ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടാകുന്ന നമ്മളുടെ ഒപ്പീനിയൻസ്, നമ്മൾ പല പേഴ്സ്പെക്റ്റീവ്സിനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആ കാര്യം വെർബലി നമുക്കൊരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ 3 സ്റ്റേജസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഘടകങ്ങൾ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. പ്രിലിംസിനും മെയിൻസിനും ഇൻ്റർവ്യൂവിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി, അല്ലെ അതിൻ്റേതായുള്ള സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്ത് അതിനുവേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഈ 12ാമത്തെ ദിവസത്തെ ചലഞ്ചിലെ ഒരു തോട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതിനെപ്പറ്റി കൂടുതലായിട്ട് വായിക്കുക.